നമസ്കാരം. ഇന്ത്യൻ നേവിയിൽ ഒരു ജോലി നോക്കുന്ന യുവതി യുവാക്കൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിച്ചതാണ്. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞ ഒരു വീഡിയോയും കൂടി എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് പാക്കേജ് ആണ്. വേരിയസ് എൻട്രി ജനുവരി 2027 കോഴ്സിലേക്കുള്ള അപേക്ഷ ഇന്ത്യൻ നേവിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം. 24 ജനുവരി മുതൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. 24 ജനുവരി മുതൽ 24 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ നമ്പർ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്ഷയയിലൊന്നും പോകണ്ട, ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനും ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. SSC ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ പാക്കേജ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. അത്യാവശ്യം നല്ലൊരു ഉയർന്ന സാലറിയോടുകൂടി നിങ്ങൾക്കൊരു ജോലി, നേവിയിലൊരു സ്ഥിര ജോലിയാണ് നോക്കുന്നതെങ്കിൽ, അതും കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലാണ്. ഓക്കെ. അപ്പോൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വരുന്നുണ്ട്. BE അല്ലെങ്കിൽ BTech 60% മാർക്കോട് കൂടി പാസ്സായാൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 76 വാക്കൻസി വന്നിട്ടുണ്ട്. 2 ജനുവരി 2002 മുതൽ 1 ജൂലൈ 2007 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം. പിന്നെ പൈലറ്റ് വരുന്നുണ്ട്. നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ, എയർ ട്രാഫിക് കൺട്രോളർ. ഈ മൂന്നിലേക്ക് നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech 60% മാർക്ക് വേണം. പിന്നെ 10ാം ക്ലാസ്സിലും +2ലും നിങ്ങൾക്ക് 60% മാർക്ക് വേണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് 60% മാർക്ക് വേണം. 25 വാക്കൻസി പൈലറ്റിലേക്കും നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസറിലേക്ക് 20ഉം എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് 18 വാക്കൻസിയാണ്. 2 ജനുവരി 2003 മുതൽ 1 ജനുവരി 2008 വരെ ജനിച്ചവർക്ക് പൈലറ്റിലേക്കും നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസറിലേക്കും പിന്നെ എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് നിങ്ങൾക്ക് 2 ജനുവരി 2002 മുതൽ 1 ജനുവരി 2006 ഇടയിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി ലോജിസ്റ്റിക്സ് ആണ്. BE അല്ലെങ്കിൽ BTech വേണം. MBA വിത്ത് ഫസ്റ്റ് ക്ലാസ് വേണം. BSc അല്ലെങ്കിൽ BCom അതല്ലെങ്കിൽ BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് PG ഡിപ്ലോമയോട് കൂടി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ MCA MSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അതല്ലെങ്കിൽ MBA വിത്ത് ഫസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ BSc BCom BSc IT അല്ലെങ്കിൽ MCA MSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ്, ഏതെങ്കിലും ഒന്ന് മതി. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ലോജിസ്റ്റിക്സിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 10 വാക്കൻസിയാണ്. 2 ജനുവരി 2002 മുതൽ 1 ജൂൺ 2007 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും വരുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുകളാണ്. ഓക്കെ. മൊത്തം 5 പോസ്റ്റുകൾ വരുന്നുണ്ട് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായി. ഇനി എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ്. അതിൽ എഡ്യൂക്കേഷനിലേക്ക് MSc BE അല്ലെങ്കിൽ BTech ME അല്ലെങ്കിൽ MTech തുടങ്ങിയ ക്വാളിഫിക്കേഷനൊക്കെയാണ് വരുന്നത്. MA ഒക്കെ പഠിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിലേക്ക് 7 വാക്കൻസി 8 വാക്കൻസി ഒക്കെ വന്നിട്ടുണ്ട്. 2 ജനുവരി 2002 മുതൽ 1 ജനുവരി 2006ഉം 2 ജനുവരി 2000 മുതൽ 1 ജനുവരി 2006 ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും. എഡ്യൂക്കേഷനിൽ ഈ ഒരൊറ്റ ട്രേഡ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ടെക്നിക്കൽ ബ്രാഞ്ചുകളാണ്. അതിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസിലേക്ക് BE അല്ലെങ്കിൽ BTech 60% മാർക്ക്, മറൈൻ, എയറോസ്പേസ്, മെറ്റലർജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഓട്ടോമൊബൈൽ, മെക്കട്രോണിക്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech 60% മാർക്ക് വേണം. 42 വാക്കൻസിയാണ്. ഇനി വരുന്നത് സബ്മറൈൻ ടെക് എഞ്ചിനീയറിംഗ് ആണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ട്രീമാണ് വേണ്ടത്. 8 വാക്കൻസിയാണ്. അടുത്തത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ്. ജനറൽ സർവീസ് BE അല്ലെങ്കിൽ BTech 60% മാർക്ക് വേണം. ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, പവർ ഇലക്ട്രോണിക്സ് പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, പവർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ട്രീമാണ് വേണ്ടത്. അതിലേക്ക് 38 വാക്കൻസി ഉണ്ട്. ഇനി സബ്മറൈൻ ടെക് ഇലക്ട്രിക്കലിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ BE അല്ലെങ്കിൽ BTech ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. 8 വാക്കൻസിയാണ്. അപ്പോൾ ഈ 4ലേക്കുമുള്ള ഏജ് ലിമിറ്റ് ഇവിടെ കാണാം. 2 ജനുവരി 2002 മുതൽ 1 ജൂലൈ 2007 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് 4 ട്രേഡിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് പരീക്ഷയും ഫിസിക്കലും വരുന്നില്ല. നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ പിന്നെ മെഡിക്കൽ എക്സാമും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുമാണ് കണ്ടക്ട് ചെയ്യുന്നത്.
അപേക്ഷ അയക്കുമ്പോൾ ഫീസൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അപേക്ഷ അയയ്ക്കുക. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ കണ്ണൂരിലെ ഇന്ത്യൻ നേവൽ അക്കാഡമി, ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണ് ഇതിൻ്റെ സബ് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിങ്ങൾക്ക് നേരിട്ട് നിയമനം കിട്ടാൻ പോകുന്നത്. ട്രെയിനിങ്ങിൽ നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം, കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പ്രൊബേഷൻ പീരീഡ് 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഒരു ഉയർന്ന സാലറിയോടുകൂടി നിങ്ങൾക്കൊരു സ്ഥിര ജോലിയാണ് നേവി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിളായ ഒരു ഇതിലേക്ക് അപേക്ഷ അയക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, എല്ലാം നിങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.